ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഞാനും എൻ്റെ ഫാമിലിയും എല്ലാവരും കൂടെ ഒരു ട്രിപ്പ് പോയിരുന്നു. നമ്മൾ തെന്മലയായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾക്ക് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. കാരണം ആദ്യമായിട്ട് ഞങ്ങൾ ഫുൾ ഫാമിലി എന്ന് പറയുന്നത് മാമയൊക്കെ ആയിട്ട് പോകുന്നത്. ഞങ്ങൾ ഉച്ചയ്ക്കൊന്നും കഴിച്ചിട്ടില്ലായിരുന്നു. അപ്പം ഒരു വാട്ടർഫോൾസിൻ്റെ സൈഡിൽ നിർത്തി കഴിക്കും. അത് കണ്ടപ്പോൾ എൻ്റെ കസിൻസിനും എനിക്കും എല്ലാം അവിടെ കളിക്കാനൊരു മോഹം. പിന്നെ ഞങ്ങൾ കുറേ നേരം അവിടെ കളിച്ചിട്ടാണ് പിന്നെ പോയി ഫുഡ് കഴിക്കാനിരുന്നത്. ഞങ്ങൾ അവിടെ കൈ കഴുകാൻ പോയപ്പോൾ ഞങ്ങളുടെ കസിൻ അവിടെ വെള്ളത്തിൽ ഞങ്ങൾ ദേഹത്തെല്ലാം എടുത്ത് വെച്ച് ഭയങ്കര കോമഡിയായിരുന്നു. അതിനുശേഷം ഞങ്ങൾ ഫുഡ് കഴിക്കാൻ കയറിയപ്പോൾ ഞങ്ങൾ ചിക്കൻ ബിരിയാണി ആയിരുന്നു കഴിക്കാൻ വേണ്ടി വാങ്ങിച്ചത്. എൻ്റെ കസിൻ അത് വാരിയോട്ട് വെച്ചെടുത്തപ്പോൾ തുപ്പിക്കളഞ്ഞു. ഗൈസ്, അവന് ചിക്കൻ ബിരിയാണി ഇഷ്ടമല്ലെന്ന് വാട്ട് ഹി ഈസ് സെയിങ്. അങ്ങനെ ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. മാമിയും എല്ലാവരും ഉണ്ട്. എന്തായാലും എനിക്ക് ആ ചിക്കൻ ബിരിയാണി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ പുറത്തൊന്നും പോകുമ്പോൾ അങ്ങനെ കിട്ടാറ് നല്ല ടേസ്റ്റുള്ള ബിരിയാണി. എൻ്റെ അനിയത്തിയും അങ്ങനെ എല്ലായിടത്തും പോയ ബിരിയാണി ഒന്നും കഴിക്കാറില്ല. പക്ഷെ എനിക്കറിയില്ല, എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. മാമിയും കസിൻസും എല്ലാവരും ഉണ്ടായിരുന്നു. മാമിയും അവരുടെ മക്കളും ഞങ്ങളെല്ലാവരും മാത്രമല്ലായിരുന്നു. പിന്നെ നമ്മുടെ എസ്റ്റേറ്റ് വഴിയാണ് പോകുന്നത്. ഏതോ എസ്റ്റേറ്റ്, എനിക്കെൻ്റെ പേര് ഓർമ്മയില്ല. അങ്ങനെ എസ്റ്റേറ്റിൽ കൂടെ കയറിയാണ്. റോക്ക്വുഡ് എസ്റ്റേറ്റ് എന്നാണ് എൻ്റെ പേര്. ഓക്കെ, ഞാൻ ഇപ്പോഴാണ് ഓർത്തത്. ബോർഡ് ഉണ്ടപ്പോഴാണ് ഓർത്തത്. അങ്ങനെ മാമൻ അവിടെ നിന്ന് ചാടിപ്പോയി വീഡിയോ എടുക്കാനൊക്കെ വേണ്ടിയിട്ട്. അങ്ങനെ ഞങ്ങൾ അതുവഴി പോകുമ്പോഴാണ് ഗൈസ് ഒരു കാട്ടുപോത്തിനെ കണ്ടത്. അങ്ങനെ കാട്ടുപോത്തിനൊക്കെ കണ്ട് ഞങ്ങൾ നല്ലൊരു വ്യൂ. അപ്പോൾ അതൊക്കെ ഞങ്ങൾ വീഡിയോ എടുത്ത് നല്ല രസമായിരുന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു. അങ്ങനെ പോയിക്കൊണ്ടിരുന്നപ്പോൾ ഞങ്ങളൊരു കാട്ടുപോത്തിൻ്റെ ഫാമിലിയെ തന്നെ കണ്ടു. അതൊരു ഞങ്ങളീ കൊച്ചു നോക്കിക്കൊണ്ടിരിക്കുന്നു. അത് കണ്ടപ്പോൾ ഞങ്ങളെല്ലാവരും ഭയങ്കരമായിട്ട് പേടിപ്പോയി. കാരണം അങ്ങനെ പോയിക്കൊണ്ടിരുന്നത്. പിന്നെ കുറച്ചുകൂടി ഫ്രണ്ടിലോട്ട് പോയപ്പം എന്തോട് സംഭവിച്ചു നിങ്ങൾ വിചാരിച്ചില്ലേ? ഞാൻ കണ്ടില്ല, എന്താ കാട്ടുപോത്ത് ഇരുന്നുണ്ട്. ഞങ്ങളിപ്പോൾ ക്യാമറ എടുത്തുകൊണ്ട് ഓടിയതാണ്. ഫ്രണ്ടിൽ ഇരുന്ന് നമ്മളൊക്കെ വീഡിയോ എടുത്തത്. ബാക്കിൽ ഇരുന്ന ഒട്ടും വീഡിയോ എടുക്കാൻ പറ്റില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഫ്രണ്ടിൽ ഇരുന്നത്. പിന്നെ കുറച്ച് ഇരുണ്ട വഴി കൂടി കയറാൻ പോവുകയാണ്. അപ്പം നിങ്ങൾക്ക് കാണാം, ഇപ്പോൾ നമ്മൾ നല്ല മിഡിലാണ് ഫോറസ്റ്റിൻ്റെ. നമ്മൾ ഒരു പാക്കേജ് എടുത്തിട്ടായിരുന്നു പോയത്. ഫോറസ്റ്റിൻ്റെ ഒരു പാക്കേജാണ്. അവിടെ ചെന്ന് അവർ കാട്ടിനകത്തുള്ളൊരു റിസോർട്ടിൽ, ആ റിസോർട്ടിൻ്റെ പേര് റോക്ക്വുഡ് എന്നാണ്. നമ്മുടെ വീഡിയോ വരുന്ന വഴി കാണാൻ പറ്റും. നിങ്ങൾ ഈ വഴി ഒത്തിരി വീഡിയോ എടുത്തു. കാരണം ഞങ്ങൾക്ക് ഈ വഴി ഭയങ്കരമായിട്ടൊക്കെ ഇഷ്ടപ്പെട്ടു. എൻ്റെ കസിൻസൊക്കെ വഴിയിരുന്നു, ആ ചേച്ചി കൊള്ളാം ചേച്ചി, നമ്മൾ നല്ല വഴി, നമുക്ക് ഇവിടെ അങ്ങ് താമസിച്ചാലോ എന്നൊക്കെയായിരുന്നു പറയുന്നത്. അതാകുമ്പോൾ നമുക്ക് എല്ലാവർക്കും സ്കൂളിലും പോകണ്ട, നമുക്കിവിടെ കളിക്കാമെന്നൊക്കെ പറഞ്ഞായിരുന്നു അവന്മാരെല്ലാം നിന്നത്. നിങ്ങളായിരിക്കും എന്താ ഇത്രയും ലെങ്തി ആയിട്ട് ഇതെടുത്തേന്ന്. കാരണം ഇത് ഒരേ വഴിയല്ല ഗൈസ്, വേറെ വഴിയാണ്. ഇതൊക്കെ നമ്മളെടുത്തത് എത്താറായപ്പോൾ ആദ്യത്തെ ട്രിപ്പ് കണ്ടത് കുറച്ച് മുമ്പെയാണ്. പിന്നെ ഞങ്ങൾ അങ്ങോട്ട് പോകാൻ നേരം എന്താ പറയുക, ഒരു മാനിനെ കണ്ടിരുന്നു. പക്ഷെ അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. കാരണം ക്ലിയർ അല്ലായിരുന്നു. ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, ചാർജും ഇല്ല, ഒന്നും ചെയ്യാൻ പറ്റുന്ന അവസ്ഥയായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ വണ്ടി കുറേ നേരം കൊത്തിയിട്ടാണ് നമ്മൾ പോയത്. പിന്നെ ഈ ഒരു വാട്ടർഫോൾസും സൂപ്പറായിരുന്നു. പിന്നെ അതാണ് നമ്മൾ ഭയങ്കര ലെങ്ത് ആയിട്ട് വീഡിയോ എടുത്തത്. കാരണം എല്ലാ വ്യൂവും കാണിക്കാൻ വേണ്ടിയിട്ട്. നിങ്ങൾ എന്തായാലും ഒന്നും വിസിറ്റ് ചെയ്യുക. വെക്കേഷൻ ടൈമിൽ 2-3 ദിവസം നോക്കുക. ആൻഡ് എനിക്ക് അവിടുത്തെ ഏറ്റവും ഇഷ്ടപ്പെടാത്ത കാര്യം അവിടുത്തെ എൻ്റെ കാലി കടിച്ചു ഗൈസ്. കുറേ ചോര ഊറ്റിക്കൊണ്ടുപോയി. കൊതുവിനെക്കാട്ട് ഭയങ്കര കഷ്ടമാണ്. ഞങ്ങളെല്ലാവരും കാണുമ്പോൾ കിടന്ന് കൂവി ഓടുവരുന്നത്. ഇവിടെ വരെ പ്രശ്നമില്ല, പക്ഷേ അത് ഉള്ളിലോട്ട് പോകുന്നില്ലേ, അവിടെ ആ ഇരുട്ട്, അവിടെ ഫുള്ളും എന്താ പറയുക, ഈ കട്ടയും കാര്യങ്ങളൊക്കെ. കാരണം കുറച്ച് നനഞ്ഞു കിടക്കുന്ന ഭാഗം അതായിരുന്നു. ഇരുട്ടിലോട്ട് പോവുകയാണ് നമ്മൾ. അത്രയ്ക്കും എന്താ പറയുക, ഭയങ്കര ഡാർക്കായിട്ട്. നമ്മൾ അവിടെ റിയൽ എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ ഇവിടെ ഒന്നും വെട്ടമില്ലാത്ത രീതിയിലായിരുന്നു നമ്മൾ കണ്ടിരുന്നത്. ഒട്ടും ലൈറ്റ് ഇല്ല, ഒരു രീതിയിലായിരുന്നു. പിന്നെ ഇതെന്താ അറിയില്ല, വീഡിയോ എടുത്തപ്പം കുറച്ച് വെട്ടം ഉണ്ടായിരുന്നു. പിന്നെ ഫ്ലാഷ് ലൈറ്റും കൂടി ഓണാക്കിയിട്ടാണ് ഇത്രയും വെട്ടം കിട്ടിയത്. അല്ലാതെ അവിടെ വെട്ടം കുറവായിരുന്നു, ഒട്ടുമില്ലായിരുന്നു. ഒട്ടുമില്ലായിരുന്നു. സാധാരണ ഞാൻ ഇതുവരെ ഇങ്ങനത്തെ ഫോറസ്റ്റൊന്നും പോയിട്ടില്ല. അല്ലാതെ ട്രക്കിങ്ങിന് പോകുമ്പം അല്ലാതെ വല്ല വെളിച്ചമുള്ള ഫോറസ്റ്റിലൊക്കെ ആയിരുന്നു പൊയ്ക്കൊണ്ടിരുന്നത്. ആദ്യമായിട്ടാണ് ഇത്രയും ഒരു വലിയ ഫോറസ്റ്റൊക്കെ കാണുന്നത്. അതിൻ്റെ എക്സൈറ്റ്മെൻ്റ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ
ഒരു ഭാഗമില്ലേ, ഈ ഒരു ഭാഗം എത്തിയപ്പോൾ ഞങ്ങളെല്ലാവരും ചുപ്പോൾ ഇരുട്ടൊക്കെ തീർന്നു. എന്നിട്ട് ഞങ്ങൾ നേരെ നോക്കിയപ്പോഴാണ് അടുത്ത സമയം മനസ്സിലായത് അവിടെ ഇതിനേക്കാൾ വലിയ ഡാർക്ക് ഫോറസ്റ്റാണ്. അപ്പോൾ ഞങ്ങളെല്ലാവരും കാത്തിരുന്ന നമ്മുടെ റോക്ക് ഹുഡ് ഹൗസ് എത്തിയിരിക്കുന്നു. ആ ബോർഡാണില്ലേ, അതാണ് നമ്മുടെ വീട്, റോക്ക് ഹുഡ്. ഇതാണ് നമ്മൾ താമസിച്ച വീട്. നല്ല ക്ലീൻ ആയിരുന്നു, ഒന്നും പറയാനില്ല. ഈ വീട് എടുക്കുന്നുണ്ടോ, അതിൻ്റെ അപ്പുറത്തിരിക്കുന്ന എൻ്റെ കസിൻസാണ്. അവർക്ക് യൂട്യൂബ് ചാനലുണ്ട്, വൈഗ ബവിൻ ബ്ലോഗ് എന്നാണ് പേര്. നമ്മളെല്ലാവരും കണ്ടോ, ഒട്ട കണ്ടോ എൻ്റെ കാലിക്കറിയതാണ്. എൻ്റെ അല്ല, എൻ്റെ കസിൻ്റെ കാലിക്കറിയത്. ഞങ്ങളെല്ലാവരും അവിടെ കഴിയുമായിരുന്നു ഗൈസ്. ആദ്യത്തെ തൊട്ടാണ് നമ്മളെല്ലാവരും ഉപ്പിട്ട് കഷ്ടപ്പെട്ട് എടുക്കുമായിരുന്നു. അതിന് എൻ്റെ കാലാണെങ്കിൽ ഞാൻ അവിടെ കിടന്ന് കോവി ഓടിയേനെ. അങ്ങനെ അട്ട ഞങ്ങൾ പിടിച്ച അവസരം. അങ്ങനെ കുറേ നേരത്തെ കഷ്ടപ്പാടിന് ശേഷം ആദ്യമൊന്നും അത് ഊരി വന്നില്ല. പിന്നെ കഷ്ടപ്പെട്ടത് ഊരിയൊക്കെ വന്ന് അടുത്ത അയ്യത്തോട്ടെടുത്ത് കളയാൻ പറഞ്ഞപ്പോൾ അവൾ അപ്പുറത്തോട്ടങ്ങ് എടുത്തെറിഞ്ഞു. പിന്നെ അമ്മയൊക്കെ ഫ്രണ്ടിൽ പോകുന്നുണ്ട്. നല്ലൊരു സ്ഥലമായിരുന്നു, നല്ല ആംബിയൻസ് ആയിരുന്നു. അവിടെ റിയലായിട്ട് വന്നൊക്കെ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. എൻ്റെ കഴിവാണ് കേട്ടോ ഈ കറക്കുന്നൊക്കെ. ഇതെൻ്റെ അനീത്തിയാണ്. അവളുടെ അടുത്ത് വീഡിയോ എടുക്കാൻ കൊടുത്തപ്പോൾ അവളുടെ സ്വന്തം വീഡിയോ എടുത്ത്. പിന്നെ നമ്മൾ പുറത്തോട്ടൊക്കെ പോയപ്പം ഒരു കാർഡിൻ്റെ ഇതൊക്കെ എടുത്തു. പിന്നെ നമ്മൾ ബിരിയാണി കഴിച്ച ഷോട്ടൊക്കെ അതിൻ്റെ ഇടയ്ക്ക് ആയിപ്പോയി. ഇതൊക്കെ ഞാൻ പറഞ്ഞില്ലേ, ഇതൊക്കെ രണ്ടാമത് കയറിയ ഷോർട്സാണ്. ഞാൻ ഷോർട്സായിട്ട് ഇടാൻ വിചാരിച്ച് എല്ലാം കൂടെ എടുത്ത് എഡിറ്റ് ചെയ്ത് വെച്ചു. അപ്പോൾ ലാസ്റ്റ് ഞാൻ ഇതായിട്ട് എടുക്കാമെന്ന് വിചാരിച്ചപ്പം ഒരുമിച്ചായി പോയി. പിന്നെ രാത്രി അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടെ പുറത്തോട്ട് പോയി. രാത്രി ഈ ഫ്ലാഷ് ലൈറ്റ് ഇട്ടെടുക്കുന്നതാണ് കേട്ടോ ഇത്. ഞാനും വൈകിയും കൂടെ. അതിൻ്റെ അകത്ത് നമ്മൾ കഴിച്ച പുട്ടായിരുന്നു. പുട്ട് കഴിച്ചിട്ടാണ് വീഡിയോ എടുക്കണമെന്ന് ഓർത്ത് പിന്നെ ലാസ്റ്റ് എടുത്തത്. പുട്ട് നമ്മൾ രാത്രിയിൽ അല്ല കഴിച്ചത്, രാവിലെയാണ്. നമ്മൾ പോകുന്നതിൻ്റെ ദിവസത്തെ എന്നാണ് കഴിച്ചത്. എൻ്റെ ലുക്കുണ്ടല്ലോ, നല്ല ഊച്ചാളി ലുക്കായിട്ടുണ്ടെന്ന് എനിക്ക് അറിയാം. പിന്നെ നമ്മളത് കാണിക്കാമെന്ന് ചോദിച്ചു. നമ്മൾ വണ്ടിയിലൊക്കെ കയറി. എൻ്റെ സ്മൈലിയുടെ തലേണയൊക്കെ ഉണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഒരു സംഭവം നടന്നു. എൻ്റെ കസിന് എൻ്റെ കൂടെ ഇരിക്കുന്ന ഒട്ടും ഇഷ്ടമല്ല. അവൻ ഓടി വന്ന് എനിക്ക് ചേച്ചിയുടെ അടുത്തിരിക്കണമെന്ന്. പിന്നെ ഞാൻ അവനായിട്ട് കുറേ വീഡിയോ ഒക്കെ എടുത്തു. അവന് അത് മുള്ളമ്പന്നിയുടെ മുള്ളാണ് കേട്ടോ. നമ്മൾ വാട്ടർഫോൾസ് പോയപ്പോഴത്തേന് അതൊന്നും എടുക്കാൻ സമ്മതിക്കത്തില്ല. ഫോണൊന്നും അവിടെ അലൗഡ് അല്ല, അങ്ങനത്തെ അതൊന്നും എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് നമ്മളതൊന്നും എടുക്കാഞ്ഞത്. പിന്നെ എടുത്ത് ചിരിക്കാൻ പറഞ്ഞപ്പോൾ അവൻ മുകളിൽ വെച്ച് എന്നെ കൊത്താൻ നോക്കി ഗൈസ്. അതാണ് അവിടെ എൻ്റെ മുഖം ഒക്കെ ഇങ്ങനെ ടാറ്റ കാണിക്കാൻ പറഞ്ഞപ്പോൾ അവൻ ടാത്താന്ന് കാണിച്ച് ഞാൻ അവിടെ വെച്ച് ഭയങ്കര ചിരിയായിരുന്നു. അങ്ങനെ ആ ക്ലിപ്പൊക്കെ ഞാൻ കട്ട് ചെയ്തങ്ങ് കളഞ്ഞു. അയ്യോ, എൻ്റെ ഫസ്റ്റത്തെ ലോങ് വീഡിയോ ആണ്. അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, അത് മറക്കരുത് കേട്ടോ. ഞാൻ വേഗം നോക്കിക്കൊണ്ട് അവൻ്റെ തലയണയ്ക്കകത്ത് ഊട്ടിട്ടുകൊണ്ടിരിക്കുന്നു. പിന്നെ എൻ്റെ കയ്യിൽ നിന്ന് വീണ്ടും ഒരു അട്ടനെ കിട്ടി, അതൊക്കെ എടുത്ത് കളഞ്ഞു. പിന്നെ നമ്മൾ തിരിച്ചു പോകണം, ടാറ്റ ഫോറസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞപ്പം ഞങ്ങൾക്ക് ഒരു മോഹം ആ വെള്ളത്തിലൊന്ന് കുളിക്കാൻ. അങ്ങനെ ഞങ്ങൾ വെള്ളത്തിൽ കുളിക്കാൻ വേണ്ടി ഇറങ്ങി. അങ്ങനെ വെള്ളത്തിൽ കുളിക്കാൻ ഡ്രസ്സൊക്കെ മാറി ഞങ്ങളെല്ലാവരും കൂടി ഇറങ്ങി. മെയിൻ ഫോക്കസ് അമ്മയായിരുന്നു, കാരണം അമ്മയായിരുന്നു അവിടെ ഇരുന്നത്. ആ റെഡ് ഉടുപ്പിട്ട് നിൽക്കുന്നൊരു കുട്ടീനെ കണ്ടു, അതാണ് ഞാൻ. ഇത് നമ്മൾ വലിയ ഇതിനകത്ത് പോയപ്പോഴത്തെയാണ് കേട്ടോ. അതായത് വലുതായിട്ട് എവിടെയാണ് വലിയ വാട്ടർഫോൾസ് പോയപ്പോഴത്തെയാണ്. ഇതിൻ്റെ മാമിയാണ്, മാമി നടന്നു വന്ന് എടുത്തതാണ്. നമ്മൾ ഒരു ട്രക്കിങ് ചെയ്യാമെന്ന് വെച്ചു, ലാസ്റ്റ് ഡേ ആയതുകൊണ്ട്. അങ്ങനെ ലാസ്റ്റ് ഡേ രാവിലെ തന്നെ നമ്മൾ ട്രക്കിങ്ങിനൊക്കെ പോയി. നിൽക്കുന്ന നമ്മൾ കൊണ്ടുവന്ന ഗൈഡാണ് കേട്ടോ. എല്ലാവരും സൂപ്പറായിരുന്നു. അവിടുത്തെ സർവീസ് ആയാലും എന്തായാലും നല്ല സൂപ്പറായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ലൊരു സ്ഥലമാണ്. എൻ്റെ കസിൻസും അനിയത്തിയും എല്ലാവരും കയറിയിരുന്നുണ്ട്. ആ മഞ്ഞ ഉടുപ്പിട്ടിരിക്കുന്നത് എൻ്റെ കസിൻ ഭവിയാണ്. പിന്നെ ഇത് കണ്ടോ, ഇത് എന്നെ കഷ്ടപ്പെട്ടെടുത്തതാണ്. എൻ്റെ അമ്മയാണ് കേട്ടോ ഇത് മുങ്ങിയിട്ട് എണീച്ചിരുന്നത്. ഞങ്ങളെല്ലാവരും ഈ വീഡിയോ. അച്ഛനാണ് അതിൻ്റെ ഇടയ്ക്ക്. ഞാൻ എല്ലാ വീടിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. അവിടെ പറഞ്ഞ ആ അങ്കിളും അവിടെ ഉള്ള ആൾക്കാരെല്ലാം നമുക്ക് വീഡിയോ ഭയങ്കര സപ്പോർട്ടീവായിരുന്നു. ഭയങ്കര നമ്മളായിട്ട് ഭയങ്കര എന്താ പറയുക, നമ്മൾ പറഞ്ഞാൽ എന്തായാലും ചെയ്തു തരും. നമുക്കൊരു സാധനം വേണമെന്ന് പറഞ്ഞാൽ അവർ ഏത് രാത്രിയായാലും നമുക്ക് വാങ്ങിച്ചുകൊണ്ട് തരും. അങ്ങനെയൊക്കെ അവിടെ ഉള്ള ഇതായിരുന്നു. എന്തായാലും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അവരെല്ലാം ഫോറസ്റ്റിലെ ആൾക്കാരാണ് കേട്ടോ. നമ്മുടെ ചുറ്റും ഇലക്ട്രിക് വയറൊക്കെ ഉണ്ട്. കാരണം നമ്മൾ കാടിൻ്റെ ഒരു മിഡിലായത് കൊണ്ട് കാരണം അവിടെ ഇങ്ങനെ വരും ഈ ആനിമൽസൊക്കെ. അപ്പോൾ ആനിമൽസിനെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അകത്തോട്ട് കയറാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഈ 2 വട്ടം അമ്മയുടെ ക്ലിപ്പ് 2 വട്ടം എടുത്തതാണ്. ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ക്ലിപ്പാണ് കേട്ടോ. എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇത് എന്താ പറയുക, ഞങ്ങൾ ലാസ്റ്റ് ഡേ പോയതാണ്. അങ്ങനെ ഞങ്ങൾ അച്ഛൻ്റെ എടുത്തു, അമ്മയുടെ എടുത്തു, എൻ്റെ എടുത്തു. അച്ഛൻ്റെ ഇത് കണ്ടോ, ഇത് അച്ഛൻ ഞങ്ങൾ സ്ലോ മോഷനിലാക്കാമെന്ന് വിചാരിച്ച, പക്ഷെ ഇത് പറ്റിയില്ല.
അങ്ങനെ അത് തേഞ്ഞു. പിന്നെ ആ മേളിൽ നിന്ന് വരുന്ന വ്യൂ അത് പൊളിയായിരുന്നു. അതെനിക്ക് ഭയങ്കരമായിട്ട് അങ്ങ് ഇഷ്ടപ്പെട്ടു. പിന്നെ നമ്മൾ ഇങ്ങനെ വരുന്ന വഴിയിൽ എന്താ പറയുക, ആ വരുന്നതല്ല, അവിടെ തന്നെ ഇങ്ങനെ കുറേ മരങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കുറേ വാട്ടർഫോൾസാണ്. വീണ്ടും വീണ്ടും അമ്മ പൊങ്ങിയിരുന്ന വീഡിയോ ഞാൻ എടുത്ത് എൻ്റെ കൈ ഒടിഞ്ഞെന്ന് വേണമെങ്കിൽ പറയാം. അവിടെ പാറയുടെ ഇടയിൽ നിന്ന് എൻ്റെ കാല് ഒടിഞ്ഞ് അങ്ങനത്തൊരു അവസ്ഥയായിരുന്നു ഞങ്ങൾ അവിടെ നിന്നപ്പം. കാരണം പാറയും ഉണ്ട് സാൻഡും ഉണ്ട്. അപ്പോൾ രണ്ടും കൂടി മാനേജ് ചെയ്യാൻ ഭയങ്കര പാടായിരുന്നു. അങ്ങനെ ഞങ്ങൾ എന്താ പറയുക, മുങ്ങിക്കളിച്ച് കുറേ നേരമൊക്കെ നിന്ന്. പിന്നെ ഞാൻ പറയേണ്ട ഒരു കാര്യം, ഈ ഒരു വാട്ടർഫോൾസിൻ്റെ സൈഡിൽ ഒരിതുണ്ട്, ഒരു അത് ഭയങ്കര ഡേഞ്ചറസ് ആണ്, അവിടെ ആരും പോയിരുന്നു. പിന്നെ ഇത് ഞാൻ എടുത്തു തരാൻ പറഞ്ഞപ്പോൾ എല്ലാവരും കൂടി കോളമാക്കി എടുത്തത്. ഞാൻ വായൊക്കെ തുറന്നിരിക്കുന്നതാണ് എനിക്ക് എടുത്തു തന്നത്. പിന്നെ ഇതാരെന്നറിയാമോ? ഈ മുങ്ങിപ്പോയിക്കൊണ്ടിരിക്കുന്നത് മുങ്ങി അത് വീണ്ടും അമ്മയാണ്. കാരണം ഞങ്ങൾ അമ്മയുടെ കുറേ ഇതെടുത്തിരുന്നു, ആദ്യമൊന്നും ശരിയായില്ല. അതെല്ലാം ഞാനത് കൊടുത്തിട്ടുണ്ട്. എല്ലാം നിങ്ങൾ കണ്ട് മടുക്കണം. അതാണ് എൻ്റെ മെയിൻ ഹോബി. എല്ലാവരെയും അങ്ങ് മടുപ്പിക്കുക. അതിന് പണ്ട് എൻ്റെ കൂടപ്പറപ്പാണ്. അതുകൊണ്ട് നിങ്ങളാരും വിഷമിക്കേണ്ട. എല്ലാം ഇതൊക്കെ കുറേ ബോറാണെന്ന് എനിക്കറിയാം, എന്നാലും ഒരു സുഖം. പിന്നെ ആ വെള്ളത്തിൻ്റെ കുറേ എടുത്തിട്ടുണ്ട്. വെള്ളം ഗൈസ് അത് സൂപ്പറായിരുന്നു. എൻ്റെ മാമനാണ് കേട്ടോ ഈ നിൽക്കുന്നത്. മാമൻ്റെ വീഡിയോ എടുക്കാൻ കൊടുത്താൽ ഇവിടെ ഞാൻ നിൽക്കുക, ആ റെഡ് ഇട്ടേക്കുന്നത് ഞാനാണ്. എല്ലാം ഞാനാണ്, എല്ലാത്തിലും ഞാനുണ്ടല്ലോ. കാരണം ഞാനാണ് പറഞ്ഞിട്ടാണ് വീഡിയോ എടുക്കുന്നത്. എന്നെ എടുക്കണം എന്ന് പറഞ്ഞപ്പോൾ വെള്ളം മാത്രം എടുത്ത് വെച്ച്, എന്നെ എടുക്കണേ മാമ എന്ന് പറഞ്ഞിട്ട് ഫോൺ കൊടുത്തു. മാമൻ ഓക്കെ മോളെ എന്ന് പറഞ്ഞ് വെള്ളം മാത്രം എടുത്ത് വെച്ച്. പിന്നെ കുറേ അച്ഛൻ്റെ വീഡിയോ എടുത്തു, അതൊക്കെ സൂപ്പറായിരുന്നു. അച്ഛൻ്റെ ആദ്യത്തെ വട്ടം തന്നെ ഞാൻ അച്ഛനും വെള്ളത്തിങ്ങനെ മുങ്ങിക്കുമ്പോൾ മാമി പറയും, അയ്യോ എനിക്ക് പേടിയാവുന്നൊന്നും മാമി ഇങ്ങനെ പറയും. അപ്പം ഞാൻ അച്ഛനും ഒന്ന് മാമി എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ രണ്ടുപേരും അവിടെ കിടക്കും. അപ്പം അമ്മയ്ക്കും മാമിക്കും ഭയങ്കര പേടിയാണ്. എൻ്റെ അനിയത്തിക്ക് അന്ന് വയ്യാഞ്ഞുകൊണ്ട് അങ്ങോട്ട് വന്നില്ല. കേട്ടോ ഞാൻ പറഞ്ഞില്ല, അമ്മയുടെ 2-3 എണ്ണം ഉണ്ട് അടുപ്പിച്ച്. അതെല്ലാം നമ്മൾ എടുത്തിട്ടുണ്ട്. ഒട്ടും പേടിക്കണ്ട, ആരും പേടിക്കണ്ട, എല്ലാം ഉണ്ട്. പിന്നെ എല്ലാവരും ഈ ഒരു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, അതാരും മറക്കണ്ട. നമ്മൾ സപ്പോർട്ട് ചെയ്യണം. നല്ല വീഡിയോസ് ആയിട്ട് വരാം. ഇത് വീണ്ടും ഞാനാണ് 2 വട്ടം എടുക്കാൻ പറഞ്ഞപ്പോൾ 2 വട്ടം ഒരേപോലെ എടുത്തു വെച്ച്. എൻ്റെ മാമൻ്റെ കഴിവ് നിങ്ങൾ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യേണ്ടതാണ്. അത്രയ്ക്ക് നല്ല കഴിവാണ്. ഇവിടെ ഞാനിങ്ങനെ വോയിസ് റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പം എൻ്റെ വീട്ടിലെ കുറേ പേര് എന്നെ ഇങ്ങനെ നോക്കുന്നുണ്ട്, അവരെക്കുറിച്ചിങ്ങനെ പറയുന്നുണ്ട്. ഞാൻ അവരെ ഒന്നും മെൻഷൻ ചെയ്യാൻ മറന്നിട്ടില്ല, എല്ലാവരും ഇതിനകത്തൊക്കെ തന്നെ ഉണ്ട്. പിന്നെ വീണ്ടും അമ്മയുടെയാണ്. കാരണം അമ്മയുടെ കുറേ അങ്ങ് എടുത്തിട്ടുണ്ടായിരുന്നു. അമ്മയുടെ ഒന്നും ശരിയല്ലായിരുന്നു. അങ്ങനെ കുറേ എടുത്ത്. നിങ്ങളൊക്കെ എല്ലാം ഒരു ക്ലിപ്പല്ലായിരുന്നു. അമ്മയ്ക്ക് എല്ലാം ഒരു പോസാണ്, അതുകൊണ്ട് എല്ലാം ഒന്നാണ്. പിന്നെ വീണ്ടും ഞാൻ 3ാമത്തെ എടുക്കാൻ കൊടുത്തപ്പം വീണ്ടും അതേപോലെ തന്നെ ചെയ്തു തന്നു. ഞാൻ അതേപോലെ ചെയ്തുകൊണ്ട് തന്നെയാണ് ആ തുറക്കുന്നത്. പിന്നെ ഞങ്ങൾ മാമിയുടെ വീട്ടിലൊക്കെയാണ് വന്നത്. പിന്നെ അവിടെ വന്നപ്പോൾ ഞങ്ങൾ നെയിൽ പോളിഷൊക്കെ ഇട്ട് സെറ്റായിരുന്നു. അപ്പോൾ അത്രേ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് അടിപൊളി വീഡിയോസ് വീണ്ടും വരുന്നതായിരിക്കും. അപ്പോഴേക്കും ബൈ.